95 സബ്സ്ക്രൈബേഴ്സ്. ഇത് വ്ളോഗാണ്. ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പേര് വരും. കുറച്ച് പേരല്ല, കുറച്ചധികം പേര്, ഒരു 8 പേര്. അപ്പം ഇന്ന് ഞങ്ങൾ അവർക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം എനിക്കാകെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്നത് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക. അപ്പം സഹായിക്കാനായിട്ട് അമ്മച്ചിയുണ്ട്. അമ്മച്ചി അവർക്ക് വൈകുന്നേരത്തേന് വേണ്ട പഴംപൊരി ഉണ്ടാക്കുവാണ് ഗൈസ്. പഴംപൊരി മീൻസ് പഴംപൊരിയുടെ മാവ്. അപ്പം ഞാനിവിടെ സവാള ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ അത് മൂട്ടിൽ പിടിച്ചാകെ സീനാവും. മൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ അമ്മച്ചിയുടെ ഒന്ന് കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്നു. പിന്നെ നമ്മൾ അവർക്ക് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ച്ചോറും ചിക്കൻ കറി ആയിട്ട് വെക്കാനായിട്ടാണ്. അപ്പോൾ ആദ്യമേ ചിക്കൻ കറി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർ വരുന്നൊരു വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വരുന്നത്. അപ്പം അന്നേരത്തിനും ചിക്കൻ കറി നേരത്തെ റെഡിയാക്കിയിട്ട് ഉച്ചയൊക്കെ കഴിയുമ്പം റൈസ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ അപ്പം ആരാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവദീപ്തിയിൽ നിന്ന്, അതിരമ്പുഴ ഫോറോനയിൽ നിന്ന് കുറച്ച് പേരാണ്. ഞാൻ സമിതിയിലുണ്ടായിരുന്നു. ഞാൻ ഇനിയിപ്പം 2 ആഴ്ച കഴിയുമ്പോൾ പോവാണല്ലോ. അപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് അവരെല്ലാവരും എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ പറഞ്ഞു വിടാൻ പോകുന്നതാണ് സംഭവം. അപ്പം അച്ഛനും വരും, പിന്നെ ബാക്കി ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും വരും. അവർ വരുമ്പോഴത്തെ വീഡിയോ ഞാൻ അന്നേരം ഇട്ടേക്കാം. ഇപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും സവാള ഇളക്കി നമ്മുടെ കൈ ഒടിയാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. ബിക്കോസ് ചെറുതായിട്ട് കൈ മടുത്തു. കുറേ നേരം വൈകിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതൊന്ന് മറ്റേ സംഭവം ഇങ്ങനെ വയണ്ട് വരുന്നോടം വരെ ഇളക്കണമല്ലോ. കുറച്ച് ടാസ്ക്കാണ്. കാരണം കുറേ സവാള ഇട്ടായിരുന്നു. ഇത്രയും പേർക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് സവാള കുറച്ചധികം വേണമായിരുന്നു. ഗൈസ്, ഇതാണ് എൻ്റെ അനിയൻ. പോയി ഗൈസ്. അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം സവാള വഴണ്ടു വന്നു. ഇനി നമ്മൾ ഇതിനകത്ത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കണം. സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി ഗൈസ്. അപ്പം അതെൻ്റെ അനിയനായിരുന്നു. അവൻ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഇടാൻ നേരത്തെ അങ്ങനെ തല കാണിക്കാറില്ല. പിന്നെ അവൻ അറിയാതെ വല്ലതും അവൻ്റെ തല വന്നാലേ ഉള്ളൂ. അല്ലെങ്കിലും എൻ്റെ യൂട്യൂബിൽ തല കാണിക്കാൻ ആരും നിൽക്കാറില്ല. പിന്നെ ഇനിയിപ്പം നമ്മളെന്താ ചെയ്യുക വെച്ചാൽ, നമ്മൾ ചിക്കനൊക്കെ ഓൾറെഡി വറുത്തായിരുന്നു കേട്ടോ. ഈ ചിക്കനൊക്കെ വറുത്തിരിപ്പുണ്ട്. അപ്പം രാവിലെ ഞാൻ അതൊക്കെ ചെയ്ത് വെച്ചായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് കറി ആക്കിയാൽ മതി. പിന്നെ എനിക്ക് നമ്മൾക്കിനി ചെയ്യാനായിട്ടുള്ളത് ബിരിയാണിയുടെ റൈസ്, ബിരിയാണിയല്ല സോറി, നെയ്ച്ചോറിൻ്റെ റൈസ് ഉണ്ടാക്കണം. അങ്ങനെ ഞാനൊരു 10-12 സവോള അരിഞ്ഞതാണ്. പക്ഷേ ഇപ്പം അത് ഇത്ര ഉള്ളൂ. അതാണ് പ്രശ്നം. അപ്പോഴേ അമ്മച്ചി പറഞ്ഞതാണ് ഇനിയും വേണമെന്ന്. ഞാൻ കേട്ടില്ല. അപ്പം ഏകദേശം നമ്മുടെ സവോള വഴറ്റുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സാധനമായ തക്കാളി ഇതിലേക്കിടാം. തക്കാളി എല്ലാം ഞാൻ രാവിലെ അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പോൾ പിന്നെ പണി എളുപ്പമുണ്ടല്ലോ. പണിയാകുമ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ കുട്ടിയിട്ടാൽ മതി. അങ്ങനെ തക്കാളി ഇട്ടു. ഇനി തക്കാളി വഴലാൻ വേണ്ടി നോക്കിയിരിക്കണം. ഇതിന് എത്ര നേരം കഴിഞ്ഞിട്ടാണോ ആവുന്നത്. എന്താണേലും ഇന്ന് വൈകിട്ട് കിടക്കുമ്പോൾ ബാം എടുത്തിട്ട് തിരുമാനുള്ള എല്ലാ അവസ്ഥയും ഞാൻ കാണുന്നു. കാരണം എൻ്റെ ഈ കൈ ഒന്ന് പണ്ട് ഒടിഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കെന്തെങ്കിലും ഹെവി കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഞൊട്ടയൊക്കെ പോകും. പിന്നെ നല്ല വേദന ആയിരിക്കും. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഞാനിതുവരെ ഡോക്ടറെ ഒന്നും പോയി കണ്ടിട്ടില്ല. എങ്ങനെ വീണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള വീട്ടിൽ കളിക്കാൻ പോയപ്പോൾ പൊക്കത്തൊന്നും വീണതാണ്. അങ്ങനെ കൈ ഒടിഞ്ഞു പറഞ്ഞാൽ ഈ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തക്കാളിക്ക ഇട്ട് മിക്സ് ചെയ്തു. അങ്ങനെ ഇനിയിപ്പോൾ ഗൈസ് നമ്മൾ വരുന്ന ബുധനാഴ്ചയുടെ പിന്നത്തെ ബുധനാഴ്ച നമ്മൾ പോവും. അപ്പം ബാക്കി വീഡിയോസ് ഹോസ്റ്റലിൽ ചെന്നിട്ടായിരിക്കും. അപ്പം ഹോസ്റ്റലിലെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അന്നേരവും റൂംമേറ്റ്സ് എൻ്റെ വീഡിയോയിൽ തല കാണിച്ചാൽ മതിയായിരുന്നു. കാണിക്കും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം റൂംമേറ്റ്സിനെ മീറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവരെല്ലാവരും തല കാണിച്ചു.
ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കറി. നമ്മളിനി ഇതിൽ സവോളയും തക്കാളിയൊക്കെ വഴറ്റി ഇനി നമുക്കിതിലൊരു ശകലം ഉപ്പും കൂടി ഇടാം. നേരം പെട്ടെന്ന് ബാക്കിയും കൂടെ ഉള്ളത് വഴണ്ടുള്ളൂ. ഇപ്പം നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കി നമ്മൾ ശകലവും കൂടെ ഉപ്പിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് വഴണ്ടുള്ളൂ. അപ്പം പിന്നെ നമ്മുടെ പണി പെട്ടെന്ന് അങ്ങ് തീരും. അനിയൻ ഒരു മുട്ടായും കൊണ്ട് വന്നാണ് ഗൈസ്. അപ്പോഴേ നമുക്ക് അത് കഴിക്കാം. മുട്ടായി തിന്നാൻ കമ്പനിക്ക് അമ്മച്ചി വന്നിട്ടുണ്ട്. അമ്മച്ചി പകുതി തിന്നും, ഞാനും പകുതി തിന്നും. കിറ്റ്കാറ്റാണല്ലോ, ഹാവേ ബ്രേക്ക് എന്നാണ്. മുട്ടായി കൊണ്ട് തന്നു, എന്നിട്ട് പകുതി അവന് കൊടുക്കണമെന്ന്. എൻ്റെ അനിയനാണ് ഗൈസ്. ഞങ്ങൾ ഇങ്ങനെയാണ്. നമുക്ക് മുട്ടായി തിന്നാൻ പറ്റിയ ഇന്ന് ഫുൾ പണിയാണ് ഗൈസ്. രാവിലെ തന്നെ എന്നെ കൊണ്ട് വീട് മുഴുവൻ തുടപ്പിച്ച് ഇനി ടാസ്ക് ഇതൊന്നുമല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു ക്ലീനിങ് ഉണ്ട്. അന്നേരം കഴുകാത്തതും കഴുകിയതുമായ പാത്രങ്ങൾ എന്നെ കൊണ്ട് കഴുകിപ്പിക്കും വീണ്ടും. ഗൈസ്, ഞങ്ങൾക്ക് ജോപ്പന് മുട്ടായി കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അവൻ പട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് അവന് കൊടുക്കാൻ പറ്റത്തില്ല. ഞാനാ നിങ്ങളുടെ വീട്ടിലെ പട്ടി ഇങ്ങനെ ഇരിക്കുമോ? മനുഷ്യന്മാരിരിക്കുന്ന പോലെ ഞങ്ങളുടെ വീട്ടിലിരിക്കും. ജോപ്പ വിളിച്ചില്ല, വെറുതെ വിളിച്ച. ഗൈസ്, അങ്ങനെ നമ്മുടെ സവോളയും തക്കാളിയും വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് മാറ്റാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് മാറ്റുന്നതിൻ്റെ റീസൺ ഇതിനകത്ത് തികയത്തില്ല. മാത്രമല്ല എണ്ണയും കുറച്ച് മതി. എണ്ണയുടെ വില അറിയാലോ. പിന്നെ നമ്മൾ ഇനിയിപ്പം അമ്മച്ചി നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. എന്നാമേ പറ, അമ്മ നേരത്തെ പറഞ്ഞത് പറ. ബ്രൗൺ കളറാക്കുമെന്നോ? ബ്രൗൺ കളറാക്കി ഇട്ടാണ്. പിന്നെ വെള്ളം ഒഴിച്ചു ഇട്ടിട്ട് ശാലം വെള്ളം ഒഴിച്ചു അരപ്പ് ഇട്ട് പണ്ടത്തെ കാലത്ത് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ അമ്മച്ചി മറ്റേ സാധനം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തു. കാരണം ഇതിനിടയിൽ എൻ്റെ അമ്മ വിളിച്ചായിരുന്നു ഗൈസ്. അപ്പം അമ്മയുടെ കോൾ എടുക്കാൻ പോയപ്പം അമ്മച്ചി ബാക്കി ചെയ്തു. ഇനി നമ്മൾ മസാലപ്പൊടി ഇതിലേക്ക് ഇടുകയാണ്. തട്ടിക്ക്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഏകദേശം ഏതാണ്ടൊക്കെ ശരിയായെന്ന് അങ്ങനെ പറയാം. നമുക്കതിനകത്ത് സവാള ആക്കാം. നമ്മളൊന്നും ചെയ്യാതിരിക്കുക. നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാലാണ് പ്രശ്നം വരുന്നത്. ഒരു ശകലം. ഗൈസ്, നമ്മൾ ടയേർഡായതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാൻ പോവുകയാണ്. ശരിക്കും മടുത്ത് ഗൈസ്. ഇനി നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കണം. ഗൈസ്, അവരെല്ലാവരും ഇന്നലെ വന്നപ്പം എനിക്ക് അത് കഴിഞ്ഞുള്ള ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഫുൾ ഓട്ടമായിരുന്നു. കടയിലിടയ്ക്ക് പോയി അങ്ങനെ റൈസിൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ ഫുൾ ഓട്ടമായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞുള്ള ക്ലിപ്പൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ അവർ വന്നപ്പോൾ ഉള്ള കുറച്ച് ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം. അവരിന്നലെ വന്നു, എല്ലാവരും ഹാപ്പി ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും ഹാപ്പി ആയിരുന്നു. എനിക്ക് അവരൊരു കേക്കൊക്കെ കൊണ്ട് തന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതെല്ലാം ആഡ് ചെയ്തേക്കാം കേട്ടോ. 95 സബ്സ്ക്രൈബേഴ്സ്.
May God bless you, dear. ഓരോ പീസ് ഓരോരുത്തർ എടുത്തു. പപ്പ നീ വാ. തിരിച്ചു കൊടുക്ക, തിരിച്ചു കൊടുക്ക, തിരിച്ചു കൊടുക്ക. എല്ലാ യൂട്യൂബിലും ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ ഇത് വ്ളോഗാണ്. ഞാൻ പറഞ്ഞില്ല. അല്ലച്ച ആ എപ്പിക് പോസ് ഒന്നോട്. അല്ല നമ്മുടെ വീഡിയോ ഗൈസ്, ഞാൻ പോകുന്നത് കൊണ്ട് ഇവർ എന്നെ കൊണ്ടാക്കാൻ എല്ലാരും പറഞ്ഞു. നീ എവിടെ ടാറ്റ എല്ലാവർക്കും എന്നെ വേണ്ട. ശനിയാഴ്ച ഞാൻ വരും കേട്ടോ. ഗൈസ്, അവരെല്ലാവരും വന്നു, ഹാപ്പി ആയിട്ട് തിരിച്ചു പോവാണ്. ഇവർ രണ്ടുപേരും സ്കൂട്ടറിനാണ്, മീൻസ് ബൈക്കിനാണ് പോകുന്നത്. ബാക്കി എല്ലാവരും കാറിന് തന്നെ പോയി. ഇവർ ദൂരെയുള്ളവരാട്ടോ. ഇവർ രണ്ടുപേരും അടുത്തുള്ളതായതുകൊണ്ട് അവർ പതിയായിട്ടോ പോയത്. എന്തായാലും എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഓർത്തില്ല അവർ വരുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ കേക്ക് കട്ടിങ്ങും ഒരു ഹാപ്പി ജേണി അങ്ങനെയൊക്കെ ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ബൈക്കിൽ കയറി ഹാപ്പി ആയിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.